ശ്രീ ശിവദാസൻ നായർ, സംസ്ഥാനം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കം എന്നത് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ ആലോചിച്ച് തീരുമാനിച്ചതായിരിക്കില്ലല്ലോ. സഹകരണ ബാങ്കുകൾ കൂടുതൽ ഭരിക്കുന്നത് ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകൾ UDFൻ്റെ കയ്യിലൊക്കെയാണ്. അതുകൊണ്ട് പൊതുവായ ഒരു ആലോചനയുടെ ഭാഗമായി വന്ന ഈ നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ ആലോചന ഇതൊക്കെ ശരിയായ ദിശയിൽ തന്നെയാണോ? ഇതിനകത്ത് ഏത് സ്ഥാപനത്തിൻ്റെ ആ സ്ഥാപനം എത്ര വലിയ സ്ഥാപനമാണെങ്കിലും, വലിയ സാമ്പത്തിക സ്ഥാപനമാണെങ്കിലും, ആ സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യാൻ ശക്തമായ നിലയിലാണ് ഇവിടുത്തെ ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ബിവറേജസ് കോർപ്പറേഷൻ ആരുടെയും കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല. ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ടേ ഉള്ളൂ ശ്രീ പത്മകുമാർ. അതുകൊണ്ട് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് ആർക്കും ലോൺ എടുക്കാം, പക്ഷേ അവരാരും ലോൺ എടുത്തിട്ടില്ല. ആ ഫണ്ട് സഹകരണ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അത് സഹകരണ മേഖലയ്ക്ക് കൂടുതൽ കരുത്തേകും. അത് ഈ നാട്ടിലെ സാധാരണക്കാരന് ഈ വായ്പകൾ കിട്ടും, ഈ ഫണ്ട് കിട്ടും. ഒരു വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപം ആ വില്ലേജിലെ ജനങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. ഒരാൾക്ക് 5 ലക്ഷവും 10 ലക്ഷവും ആവശ്യമുണ്ടെങ്കിൽ ഈ നാഷണലൈസ്ഡ് ബാങ്ക് നമ്മുടെ ബാങ്കാണ്, പത്മകുമാറിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ബാങ്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുദ്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണെന്ന് വായ്പ കിട്ടില്ല. സാധാരണക്കാരന് 5 ലക്ഷവും 10 ലക്ഷവും വേണമെന്നുണ്ടെങ്കിൽ സർവീസ് സഹകരണ ബാങ്കിൽ ചെല്ലണം. അത് ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ടുണ്ടാകണമെങ്കിൽ ശക്തമായ ജില്ലാ സഹകരണ ബാങ്കുകൾ വേണം. ആ ജില്ലാ സഹകരണ ബാങ്കുകളിൽ ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഫണ്ട് നിക്ഷേപിക്കാനെടുക്കുന്ന തീരുമാനം തികച്ചും സ്വാഗതാർഹമാണ്. ഒരു തരത്തിലും ആ തീരുമാനം തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ തിരിച്ചോളാം. ശ്രീ CN മോഹന് താങ്കൾക്ക് മറുപടി പറയണമെന്ന് പറഞ്ഞു, അതിനുള്ള സമയമാണ്. വളരെ പെട്ടെന്ന്. ഈ തോമസ് ഐസക് നമ്മുടെ ധനകാര്യമന്ത്രിക്ക് ഇത് നാഷണൽ ബാങ്ക് മലയാളി കൂടെ ആണെന്നൊരു ബോധമില്ല. അദ്ദേഹം അതുകൊണ്ടല്ലേ പറഞ്ഞത് സാധാരണ കുട്ടികൾ പിണങ്ങുമ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മിണ്ടൂല, ഞാൻ പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ ഇന്നിവിടെ മിണ്ടില്ല എന്ന് പറഞ്ഞതുപോലെ അല്ലേ ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത്, ഈ നാഷണലൈസ്ഡ് ബാങ്കുകളെ എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും തന്നെയാണ് ബാങ്ക്. അതിനെ മലയാളികൾ BJPക്കാരുടെ മാത്രമല്ല, പക്ഷെ അതിനെ സംരക്ഷിക്കാനുള്ള നിലപാട് എടുക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അപ്പോൾ അതിനെ തകർക്കും. ഞാൻ ഒരു ധനകാര്യമന്ത്രി പറയണം, ഞങ്ങൾ പിൻവലിച്ചോണ്ട് പോകും, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ യുക്തി. അതായത് വളരെ കൃത്യമായി ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വളരെ കൃത്യമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ പൂർണ്ണമായി തകർക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നതെന്ന് ഇവരും സംശയിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ, സാധാരണക്കാരൻ്റെ സാമ്പത്തിക നിലയെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സഹകരണ ബാങ്കുകളെ തകർക്കാൻ തന്നെ ശ്രമിക്കുന്നു എന്നതാണ് ആരോപണം. കാരണം ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, ഇതര സംസ്ഥാനങ്ങളിലെ ബാങ്കുകളുമായി എങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയും? എല്ലാവരും അറിയണം, ഗവൺമെന്റ് അധികാരപ്പെട്ടവർ അറിയണം ആരൊക്കെയാണ് നിക്ഷേപിച്ചത്, എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അത് തകർക്കുന്നത് അല്ല. പക്ഷേ പക്ഷെ വ്യക്തതയില്ലാത്ത, ഞാൻ ആദ്യം പറഞ്ഞ 2800 കോടിയിലേക്ക് നമുക്ക് വീണ്ടും വരേണ്ടി വരുന്നത് വ്യക്തതയില്ലാത്ത ആരോപണങ്ങളാണ്. ഇത് വ്യക്തതയില്ലാത്തതല്ല. ഇവിടുത്തെ സഹകരണ മന്ത്രി വരെ ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങൾ ഈ 3 ദിവസം കൊണ്ട് 2800 കോടി രൂപ വരെ കളക്ട് ചെയ്ത് ഈ നോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ എടുക്കൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ചാണ് പത്രത്തിൽ വന്നത്. ഞാനൊന്ന് വേർന്നു കൂടി ചോദിച്ചോട്ടെ, നേരത്തെ ഈ ഫണ്ടുകളൊക്കെ മോശമായി NBI പോകണമെന്ന് പറഞ്ഞു. ഓരോ സഹകരണ സംഘം, ജില്ലാ സഹകരണ സംഘത്തിൽ നിന്ന് റെപ്കോ എടുത്തിട്ടുള്ളത് NBI ആയിട്ടുള്ളത് എത്ര കോടിയുണ്ട്, എത്രയുണ്ട് പറയട്ടെ? അല്ല, ഡിമോണിറ്റൈസേഷൻ എന്ന രാജ്യത്ത് മൊത്തം ഒറ്റയടിക്ക് നടപ്പാക്കുന്ന ഒരു പദ്ധതിയിലൂടെ ഇത് നടപ്പാക്കുമ്പോൾ ശ്രീ CN മോഹൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പ്രസക്തിയുണ്ട്. കാരണം നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് ഏതാനും ലക്ഷങ്ങളുടെ കണക്കാണ്. ഈ കണക്കൊന്നും അല്ല യഥാർത്ഥ കണക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് കോടിയുടെ കണക്കാണ്. എഴുതി തള്ളിയ 1,14,000 കോടി ആരുടെയാണെന്ന് പറയാതിരിക്കാൻ ബുദ്ധിമുട്ടുന്നത് നിങ്ങളാണ്. അത് സുപ്രീം കോടതിയിൽ കേസ് പോയിരിക്കുകയാണ്. അത് ആരുടെയാണെന്ന് പറയാൻ മടിയായി പോയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. ആർക്കാണ് എഴുതി തള്ളിയത്? പ്രസക്തിയേ ഇല്ല.
ഏത് തന്നെ ശ്രീ തെറ്റാണ് സി എൻ മോഹനൻ, അഭിപ്രായമാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുറത്തുള്ള പണത്തെ കുറിച്ചുള്ള കണക്കും ഹർഷൻ പറഞ്ഞോട്ടെ. റൈറ്റ് ഓഫ് ചെയ്ത 1,14,000 കോടിയും Right of അല്ല, right of അല്ല, legal adjustment മാത്രം. അതിനെതിരായിട്ട് proceedings ഉണ്ട്. അതിനെതിരായിട്ട് proceedings ഉണ്ട്. 9,000 കോടി രൂപയുടെ വിജയ് മല്യയ്ക്ക് 10,000 കോടി രൂപയുടെ അയാളെ ഷെയർ അതെല്ലാം നമുക്ക് freeze കാണാം, ചെയ്തിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം തിരിച്ചു പിടിക്കുന്നത്. ശ്രീ സി എൻ മോഹനൻ, ഇത് അതായത് സംസ്ഥാനത്തേക്ക് ഒതുങ്ങി കാണുന്നു എന്നതാണ് ഒരു പ്രശ്നം. ഇത് അതിനപ്പുറത്തുള്ള വളരെ വിപുലമായ വലിയ ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ആ ഒരു തലത്തിൽ തന്നെ അതിനെ കണ്ടാൽ എങ്ങനെയാണ് ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുക? ശ്രീ ഹർഷൻ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ അവസാനം വന്ന് പറഞ്ഞപ്പോൾ ശ്രീ പത്മകുമാർ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? വിജയ് മല്യയുടെ 9,000 കൊടുക്കാനുണ്ട്, 10,000 ഫ്രീസ് ചെയ്തിരിക്കുകയെന്ന്. വിജയ് മല്യയ്ക്ക് വേണ്ടി കേസ് വാദിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂർ ചോദിച്ചു, ടി എസ് താക്കൂർ ചോദിച്ചു, നിങ്ങൾ ഈ എഴുതി തള്ളിയ 1,12,000 കോടിയില് 87,000 കോടി 57 ബിസിനസ് ഫാമിലിയുടെയാണ്. ആ പേര് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് എന്താ പറയാത്തത്? കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ കൊടുത്ത ഒരു ലോൺ ആയിട്ടില്ല. ഇത് ഒരു കടം ND ആയി കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിൽ നിന്ന് മാറ്റിയിട്ട് അതിനെതിരായി നമ്മുടെ സർഫസി അനുസരിച്ച് ആക്ട് പുറത്തുള്ള കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ, ഇന്ത്യയിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ ഏതാനും ലക്ഷങ്ങളെ കുറിച്ച് പറയുന്നു. അത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പേര് വെളിപ്പെടുത്താത്തതിനെ കുറിച്ച് ഞാൻ പറയാം. ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ഫോറിൻ അക്കൗണ്ട് കംപ്ലൈൻസ് ആക്ട് അനുസരിച്ച് പ്രോസിക്യൂഷൻ നടപടി പ്രൊസീഡ് ചെയ്തതിനു ശേഷം മാത്രമേ പേര് വെളിപ്പെടുത്താൻ പറ്റൂ. നിലവിലുള്ള നിയമമാണ്. അതുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത്. സുപ്രീം കോടതിയിൽ കവറിലിട്ട് കയ്യിലേപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 2 വർഷം കഴിഞ്ഞല്ലോ, ആയിക്കോട്ടെ. ഇവിടെ സർവീസ് പൈസയുടെ കണക്ക് ചോദിക്കുമ്പോൾ തരാൻ പറ്റില്ലെന്ന് പറയുന്ന ആളുകളാണ് പോയി പൈസ കൊണ്ടുവന്നു പറയുന്നത്. ഇന്ത്യക്കകത്ത് അല്ല ഹർഷൻ, ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കാലത്ത് എന്തേ പറയാത്തത്? ഇലക്ഷൻ കാലത്ത് പറയണ്ടേ? നടപടി തുടങ്ങിയല്ലോ. നടപടി തുടങ്ങി. ആവർത്തിച്ച് വാക്ക് പാലിക്കാൻ ശ്രീ പത്മകുമാർ, RBI ഇന്ന് ചെയ്തിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ ഇന്ന് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായി സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമല്ല സഹകരണ ബാങ്കുകളിലെ പ്രശ്നമെന്ന് അവതരിപ്പിക്കുന്നു. രണ്ടാമത്തെ അതൊരു ചെറിയ കാര്യമാണോ? രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്ന് ചർച്ചയിൽ ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. RBIയുടെ വാക്ക്, ഈ പറയുന്ന RBI വാക്ക് തെറ്റിച്ചത് കൊണ്ട് ജനം വെയിലത്ത് ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് ട്രഷറിയിലും ബാങ്കുകളിലും ഉള്ളത്. അത് നമ്മളിന്ന് ചർച്ച ചെയ്തില്ല. എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, അഡ്വക്കേറ്റ് എ ശിവദാസൻ നായർ, ശ്രീ സി എൻ മോഹനൻ, ശ്രീ എൻ സദാനന്ദൻ. ഇനി ദീൻ തരികിടന്നു.